ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു കൂട്ടുകറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കടലപ്പരിപ്പ്, ഗ്രീൻ പീസ്, കടലക്ക, അതുപോലെ തന്നെ ക്യാരറ്റ്, വാഴക്ക, ചേന, പിന്നെ അരപ്പിനാവശ്യമായിട്ട് തേങ്ങയും ചെറിയ ജീരകവും, ഇത്രയൊക്കെ മതി കൂട്ടുകറിയിലേക്ക്. ഈ കടലക്കയും ഗ്രീൻ പീസൊക്കെ തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വെക്കണം. ഞാൻ ഇവിടെ ഒരു 50 ഗ്രാം വെച്ചാണ് കടലക്കയും ഗ്രീൻ പീസൊക്കെ എടുത്തിട്ടുള്ളത്. ഞങ്ങൾക്ക് അത്ര മതി. അതിലും കൂടുതൽ വേണ്ടവർ അതിനനുസരിച്ച് അളവ് മാറ്റണം. പിന്നെ ഇത് മൂന്നും കൂടി ഒരുമിച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് മുളക് പൊടി കൂടുതൽ വേണ്ട, കുറച്ച് മതി. അപ്പം കുറച്ച് മുളക് പൊടി ഇടുക. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. കടലക്കൊക്കെ ഒന്ന് മുങ്ങി നിൽക്കുന്ന രീതിക്ക് വെള്ളം ഒഴിക്കുക. എന്നിട്ട് വേവിക്കുക. ഇവിടെ നാല് വിസിൽ മതി. അപ്പോഴേക്ക് കടലക്കൊക്കെ വെന്ത് കിട്ടും. പിന്നെ ഓരോരുത്തരുടെ കുക്കറിൻ്റെ അതുപോലെ ഇരിക്കും, അപ്പോൾ വേവിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് വേവിക്കുക. ഇവിടെ ഞങ്ങൾക്ക് 4 വിസിൽ വരുമ്പോഴേക്കും വെന്ത് കിട്ടും. നന്നായിട്ട് അലിഞ്ഞു പോവില്ല, എന്നാലും നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും ചെറിയ ജീരകവും കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ അതാ കടലക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് അലിഞ്ഞു പോയിട്ടുമില്ല, എന്നാലും നന്നായിട്ട് വേവും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഷ്ണങ്ങൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ കൂടി ഇട്ടിട്ട് ഒന്നും കൂടി വേവിക്കണം. ഈ കഷ്ണങ്ങൾ ചെറിയ ഒരു മീഡിയം സൈസിൽ മുറിച്ചാൽ മതി. നന്നായിട്ട് ചെറുതാവും വേണ്ട, നല്ല വലുതുമായിട്ടും ആയിപ്പോകരുത്. പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ വെള്ളത്തിൽ തന്നെ മതി. കൂടുതൽ വെള്ളം ഒഴിക്കുമ്പോൾ അങ്ങനെ കറി പോലെ ഒഴുകും. ഇതൊരു കട്ടിയുള്ള ഇതാണ്. അപ്പോൾ തോനെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ട് 1-2 വിസിൽ മതി. ഇപ്പോൾ അതാ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർക്കുകയാണ്. പിന്നെ വെള്ളം തീരെ ഇല്ലെങ്കിൽ കുറച്ചും കൂടി കുറച്ച് ഒഴിച്ച് കൊടുക്കുക. എനിക്കിനി വെള്ളത്തിൻ്റെ ആവശ്യമില്ല, അതിൽ തന്നെ വെള്ളമുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഒഴിക്കുന്നില്ല. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഇനി അതിലേക്ക് കറിവേപ്പില ചേർക്കുക. അതൊക്കെ എല്ലാവരും ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. കൂടുതലോ കുറവോ ഒക്കെ ആയിട്ട് ചേർക്കുക. കറിവേപ്പിലൊക്കെ ചേർത്താൽ നല്ലൊരു മണമാണ്, അപ്പോൾ അത് ചേർക്കുക. പിന്നെ അതുപോലെ തന്നെ ശർക്കര ചേർക്കണം. ഇത് കുറച്ച് മധുരമുള്ളൊരു ഇതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കൂട്ടുകറി നല്ല മധുരമാണ് ഇഷ്ടം, മധുരത്തിൽ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും. ഈ ഇതിൽ ഞാൻ ശർക്കര പാനിയാക്കി ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ടല്ല വറവിടുക, അതിലേക്ക് തേങ്ങ ചിരകിയിട്ടിട്ട് വറുത്തിട്ടാണ് കൂട്ടുകറിക്ക് വറവിടുക. അപ്പോൾ തേങ്ങ ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായിട്ട് വറുത്തിട്ട് അതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അതവിടെ കൂട്ടുകറി തയ്യാറായിട്ടുണ്ട്. കൂട്ടുകറി ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. അപ്പോൾ അതാ കൂട്ടുകറി റെഡിയായി. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ള വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.